ഇങ്ങനെ ഞാൻ ഭഗവാനുമായി താതാത്മ്യപ്പെടാൻ എന്റെ ക്ഷേത്ര ദർശനം തുടങ്ങുകയാണ്. എങ്ങനെയാ ക്ഷേത്രത്തിൽ വരിക? ശരി, ക്ഷേത്രത്തിൽ വരാൻ മിനിമം 3 ശുദ്ധി വേണം. മിനിമം 3 കാര്യം. ചില നീക്കുപോക്കൊക്കെ ആവാം, അതൊക്കെ അവരവരുടെ വീട്ടിലെ രീതി അനുസരിച്ച് മാറ്റിക്കോളും. പക്ഷെ മിനിമം 3 കാര്യം. 1, ശരീരശുദ്ധി വേണം. ഒരു കുഴപ്പമില്ല. ഏത് കുഴപ്പമില്ല? കുളിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ തലയും തലമുടിയൊക്കെ അതിന്റെ ഭാഗ. തല കുളിക്കുന്നുണ്ടോ എന്ന് ഇനി പ്രത്യേകം ചോദിക്കണം. അതെ, ഇന്നലെ സ്ട്രെയിറ്റ് ചെയ്തു അപ്പൊ ഇനി ഒരാഴ്ചക്ക് തുടരുന്നാ പറഞ്ഞേക്കണത്. ക്ഷേത്രത്തിൽ വരാണ്ട് പറ്റുമോ? ശരി, ആയിക്കോട്ടെ. ഇത് ഉപാസനയല്ല, ഇത് കാപ്പട്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ശരീരശുദ്ധി വേണം. 8 കാര്യം ചെയ്താലാ ശരീരശുദ്ധി. 8 പരിപാലിക്കണ്ട. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച്ച ശാരീരം തപ ഉച്യതേ. ഇപ്പൊ ശരീരം കൊണ്ട് തപസ്സായി വേണ്ട, ശൗചം മാത്രം മതി. ശരീരശുദ്ധി നിലനിർത്തണം. ഒരു കുഴപ്പമില്ലല്ലോ. ക്ഷേത്രത്തിൽ വന്നാലും വന്നില്ലെങ്കിലും 2 നേരം കുളിക്കണം. ആ കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ. എന്താ അഭിപ്രായം? ഇപ്പൊ തല ആടാതെ 2 നേരം നിർബന്ധമായിട്ടും കുളിക്കണം. കേരളം പോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള ഈ മിതോഷ്ണ മേഖലാ പ്രദേശത്ത് നിർബന്ധമായി 2 നേരം കുളിക്കണം. അത് ക്ഷേത്രത്തിൽ പോയാലും കുളിക്കണം, ഇല്ലെങ്കിലും കുളിക്കണം. കുളിക്കണ്ടോ? 2 നേരം കുളിക്കണേ. പോരാ, 2 നേരവും വസ്ത്രം മാറണം. എന്നെ കൊണ്ട് പറ്റില്ല, വേണ്ട. 21% സ്കിൻ ക്യാൻസർ. സ്വകാര്യമായിട്ടെങ്കിലും നമുക്കറിയാം, തൊലിപ്പുറത്ത് ഈ രോഗങ്ങൾ അധികം വർദ്ധിക്കുക അല്ലേ? ആർക്കാ ഇല്ലാത്ത? എന്തുകൊണ്ടാ? കുളിക്കില്ല. ഞാൻ കുളിക്കാത്തതിൽ ഏറ്റവും ടോപ്പ് ആളുകളെ കണ്ടത് ആരാന്നറിയോ? പെൺകുട്ടികൾ. ഏത് പെൺകുട്ടികള്? ഈ പഠിക്കാൻ പോണൊരു പ്രായമില്ലേ, ഒരു 10-12 വയസ്സ് തൊട്ട് ഒരു 10-22 ഏറ്റവും കുളിക്കില്ല. അമ്മ നിർബന്ധിച്ച് ബാത്റൂമിന്റെ ഉള്ളിൽ പോണ കാണാൻ. എന്നിട്ട് നടക്കണേ ഈശ്വരൻ അറിയാം. അല്ല, ഞാൻ വെറുതെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചു കാലം സ്കൂളിൽ ജോലി ചെയ്തപ്പോ എല്ലാവരോടും ചോദിക്കാറുണ്ട്, ഇവിടെ 2 നേരം കുളിക്കാറുണ്ടോ? കാരണം എനിക്കൊരു കണക്ക് കിട്ടണം. എവിടെ കുളിക്കുന്നത്? രാവിലെ തന്നെ തല കുളിക്കില്ല. വിദ്യാദേവതയെ ഉപാസിക്കാൻ പോകുന്ന സരസ്വതി ഉപാസകരാ, കുളിക്കില്ല. നീ വൈകിട്ട് വന്നാലോ, അമ്മ ഉണങ്ങില്ല. അങ്ങനെ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 2 നേരം കുളിക്കണേ. എന്തായാലും ക്ഷേത്രത്തിൽ വരുന്നത് 2 നേരവും നിർബന്ധപൂർവ്വം കുളിക്കുക. ശൗചം എന്ന് പറഞ്ഞാലേ ശരീരത്തിന്റെ ശുദ്ധി നിലനിർത്താം. ബാഹ്യ ശരീരത്തിന്റെ ശുദ്ധി. ആന്തരികമായിട്ട് മറ്റ് പല ക്രിയകളും ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പോരാ, ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും അച്ഛനും അമ്മയും ശൗചം ചെയ്യാൻ പഠിപ്പിക്കണം. നമ്മൾ പഠിപ്പിക്കുന്നു. ഇന്ന് സത്യത്തിൽ കുഞ്ഞുങ്ങളെല്ലാം പലതും പലരിൽ നിന്നും കേട്ടറിഞ്ഞ് ചെയ്യുക. ആൺകുട്ടികളെ ശൗചം ചെയ്യാൻ പഠിപ്പിച്ച എത്ര അച്ഛന്മാരുണ്ടാവും? ഒരൊറ്റ ആളെ കാണാൻ ഒരു വഴിയില്ല. പഴയ അച്ഛന്മാരുണ്ട് കേട്ടോ. പുതിയ തലമുറയിൽപ്പെട്ട ഒരു അച്ഛനും ഒരു 10-15 വയസ്സ് വരെ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അച്ഛന്മാരാ പറയേണ്ടത്, ആൺകുഞ്ഞുങ്ങളെ ശൗചം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യാൻ ആൺകുഞ്ഞുങ്ങളെ പഠിപ്പിച്ച എത്ര അച്ഛനുണ്ട്? കഷ്ടമെന്നറിയും. വലിയ വിദ്യാഭ്യാസവും വലിയ സർട്ടിഫിക്കറ്റും വലിയ ശമ്പളവും പറഞ്ഞിരിക്കുന്ന നമ്മൾ ആൺകുഞ്ഞുങ്ങൾ ശൗചം പാലിക്കണം. നമ്മുടെ വിവാഹമോചനങ്ങളുടെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഒന്ന് വൃത്തിയില്ലായ്മയാണ്. ദാമ്പത്യം സുദൃഢമാകണമെങ്കിൽ വൃത്തി വേണം, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക്. പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷൊക്കെ പറയും. പക്ഷെ ശൗചമില്ലെങ്കിൽ എങ്ങനെയാണ്? അതുകൊണ്ട് ആൺകുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ ശൗചം പാലിക്കാൻ ചെയ്യാൻ പഠിപ്പിക്കണം. ഇതൊരു അച്ഛന്റെ ധർമ്മം കൂടിയിട്ടാണ്. അച്ഛനത് ചെയ്യണം. ശരി, അതുകൊണ്ട് ശരീരശുദ്ധി. 2, വസ്ത്രശുദ്ധി അഥവാ ഗൃഹശുദ്ധി. അന്ന വസ്ത്രശുദ്ധി, കഴുകി ഉണങ്ങിയ വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിൽ വരണം. വെള്ള വേണമെന്നൊന്നുമില്ല. ശുഭ്രവസ്ത്രം എന്ന് പറഞ്ഞാൽ കഴുകി ഉണങ്ങിയ വസ്ത്രം.
വൃത്തിയുള്ള. അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ഇല്ല. മൂന്നാമത്തത് ഭക്ഷണശുദ്ധി. സാത്വിക ഭക്ഷണമൊക്കെ കഴിക്കണം. വളരെ അകലേക്കൊക്കെ ആണെങ്കിൽ കഴിച്ചു പോവാം. അടുത്തൊക്കെയുള്ള ക്ഷേത്ര ദേവതയെ കാണാൻ എന്തിനപ്പോ കഴിക്കണത്? അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ നിൽക്കണ്ട, വേഗത്തിൽ വന്ന് വേഗത്തിൽ പോണം. 3 തരം ശുദ്ധിയായി. ഉറപ്പിച്ചല്ല? ഇനി ക്ഷേത്രത്തിൽ പോവാലോ, ഉപാസകന് പോവാം. ഇനി നമ്മൾ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇനി പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്ന തരത്തിൽ ഓരോരുത്തരും അവരവരുടെ സ്ഥിതി അനുസരിച്ച് മാറ്റം വരുത്താം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മൾ എവിടേക്കാ വരുന്നേ? ക്ഷേത്ര ദേവതയെ കാണാനാ വരുന്നേ. ഞാനും എൻ്റെ ദേവതയും തമ്മിലുള്ള താതാത്മ്യപ്പെടല വരുന്നേ. അപ്പോൾ ഞാൻ വരുമ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, ഉണ്ട്. ഞാൻ വരുമ്പോ എന്നെ കാണാൻ പലരും നിൽക്കുന്നുണ്ടാവും പല വഴിയിലും. ഞാൻ ആരെ കാണാൻ വന്നതാ? ഭഗവാനെ കാണാൻ വന്നതാ. അപ്പോളേ ഈ കണ്ണോട്ടമേറ്റ് അതിനൊന്നും നിൽക്കണ്ട, വർത്താനം പറഞ്ഞ് അതിന് നിൽക്കണ്ട. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നാമജപത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് പോരുക. കൊച്ചു വർത്താനൊക്കെ അതിന് ശേഷമാണ്. ഉപാസകനാണേ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഉറക്ക ചൊല്ലിയാൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് നാട്ടുകാരെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കും. അപ്പൊ പതുക്കെ മനസ്സിൽ ആ ഇഷ്ടദേവതയെ ജപിച്ച് 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 പോരുക. എന്ന് വെച്ചാൽ കാണുന്ന ഒരാളോട് ചിരിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരി, നമ്മൾ അങ്ങനെ വന്ന് ഗോപുര സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ ചെരുപ്പ് അഴിച്ചു വെക്കണം. എവിടെ ചെരുപ്പ് അഴിച്ചു വെക്കുക? എവിടെയാണ് ഗോപുരസ്ഥാനം? എന്താ ഗോപുരസ്ഥാനത്തിന്റെ പ്രത്യേകത? അതാണ് ഭഗവാന്റെ ശിരസ് ശ്രീകോവിലും അങ്ങനെ നീണ്ടു കിടക്കുന്ന ശരീരത്തിന്റെ കാൽപാദമാണ് ശ്രീകോവിൽ. അപ്പോൾ കാൽപാദത്തിന്റെ അടുത്തെത്തി എന്ത് വേണം? ചെരുപ്പഴിച്ചു വെച്ചു. ഇനി ഭക്തിയാദരപൂർവം വേണം ഉള്ളിൽ കടക്കാൻ. എന്തായാലും ശരീരത്തിന് ദേവശരീരമാണ് ഈ കാണുന്നത്. അപ്പൊ ഞാൻ കുറച്ചൊരു ശ്രദ്ധ വേണം. അതാണ് ചിലരൊക്കെ അവിടെ തൊട്ടൊക്കെ നെറുകയിലൊക്കെ വെച്ച് വരണ കണ്ടില്ലേ. എന്തിനാന്നൊന്നും അറിയില്ലെങ്കിലും കാൽപാദമാണെന്ന് മനസ്സിൽ വിചാരിച്ച് നല്ല സങ്കല്പം മനസ്സിലുണ്ടാക്കി എങ്ങനെയാണോ ജീവനുള്ളൊരു കാൽപാദത്തിൽ ഞാൻ തൊടുന്നത്, അതുപോലെ ഞാൻ തൊട്ട് നെറുകയിലൊക്കെ വെച്ച് പ്രാർത്ഥനാപൂർവ്വം ഉള്ളിൽ കടന്നു. ഇത്രയും കുഴപ്പമില്ലല്ലോ. കടന്നു കഴിഞ്ഞാൽ കീ കൊടുത്ത പോലെ ഉള്ളിൽ പോവരുത്. സമയമായിട്ടില്ല, ഇനി കുറച്ച് പണിയുണ്ട് ഇവിടെ. ഈ പണിയൊക്കെ ചെയ്തിട്ടേ ഇനി പോവാമോ. എന്താ പണികൾ ഇതൊക്കെയാണ്. ഒന്ന് വന്നാൽ നേരെ കൽവിളക്കിന്റെ മുന്നിൽ വന്ന് നിൽക്കണം. വന്ന് അവിടെ ഒരു ദീപസ്തംഭമുണ്ടേ, കൽവിളക്ക്, അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. കൽവിളക്കിനോട് അനുവാദം ചോദിച്ചിട്ടേ ഇനി ഉള്ളിൽ പോവാമോ. എന്താ പറഞ്ഞേ? കൽവിളക്കിനോട് അനുവാദം ചോദിക്കാമല്ലോ. ഇയാൾ എന്താ ഈ പറയണത്? അതേന്ന് കൽവിളക്കിനോട് ചോദിക്കണം, ഞാൻ ഉള്ളിൽ പോട്ടെ എന്ന് ചോദിക്കണം. പതുക്കെ ചോദിക്കണേ, അല്ലെങ്കിൽ ഒരു പിരി ഇളകിയെന്ന് വിചാരിക്കും. ഇന്നലെ വരെ വലിയ കുഴപ്പമില്ല, ഇന്ന് വന്നിട്ട് പറയാതെ ഞാൻ ഉള്ളിലൊക്കെ പൊക്കോട്ടെ, നാട്ടുകാർ സംശയത്തോടു കൂടി നമ്മളെ നോക്കും. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ ചോദിച്ചാൽ മതി. അപ്പൊ കൽവിളക്കൊന്നും മിണ്ടില്ല. പക്ഷെ ഇവിടെ ഞാൻ കണ്ടില്ല. സാധാരണ കൽവിളക്കിന്റെ ചുവട്ടിൽ ഒരാളുണ്ടാവും. കൽവിളക്കിനൊക്കെ ചുമന്ന് നടക്കുന്ന ഒരാളുണ്ട്. അതാരാ? ആമ, കൂർമ്മത്തിന് നമ്മളോട് ചിലതൊക്കെ പറയാനുണ്ട്. വെറുതെ അല്ല ആമേനെ അവിടെ കൊണ്ടുവയ്ക്കണത്. കൂർമ്മവും ഗാനീവ സർവശ. കൂർമ്മം എങ്ങനെയാണ് തന്റെ അംഗങ്ങളെ, ഇന്ദ്രിയങ്ങളെ പോടിന്റെ ഉള്ളിലേക്ക് വലിച്ചത്, ഇതുപോലെ ഏകാഗ്രമായൊരു മനസ്സിനെ സമ്പാദിച്ചിട്ട് മാത്രമേ ഉള്ളിൽ പോകാൻ പറ്റൂ. അതിനാ അവിടെ ആമയെ കൊണ്ടുവച്ചത്. നേരെ പോക്കിന് വെച്ചതല്ല ആമ. ആമ എന്തിനാ വെച്ചത്? ഈ ആമയെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ കൊടുങ്ങല്ലൂർ ആമ ഇഷ്ടം പോലെയുണ്ട്. ആമ എപ്പോഴാ തന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിൽ വലിക്കുക? അതിന്റെ കഴിയും തലയും കാലും ഒക്കെ എങ്ങനെ എപ്പോഴാ ഉള്ളിൽ വലിക്കുക? എന്തൊരു അപകടം വരാൻ പോകും. പ്രതികൂല സാഹചര്യം വന്നാൽ ആമ എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളിൽ വലിക്കും. ശരിയല്ലേ? അനുകൂല സാഹചര്യം വന്നാലോ പുറത്തേക്ക്. ഇതുപോലെ എനിക്ക് കുറെ ഇന്ദ്രിയങ്ങളുണ്ട്. പ്രത്യേകിച്ച് എന്റെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഏതൊക്കെയാണ്? കണ്ണ് എന്ന് പറഞ്ഞേ, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഈ 5 ഉള്ളിലേക്ക് വലിച്ച് ഏകാഗ്രതയോടുകൂടി, അങ്ങനെ ഒരു ഏകാഗ്രത കിട്ടിയാലും ഉള്ളിൽ പോവാമോ? കിട്ടുന്നത് വരെ ഉള്ളിൽ പോകരുത്.
മനസ്സിലാക്കണേ, വെറുതെ ഓടിപ്പോവാനുള്ള സ്ഥലമല്ല ക്ഷേത്രം. അതുകൊണ്ട് ഏകാഗ്രത കൈവരിക്കാൻ ഞാൻ ശ്രദ്ധയോടെ അവിടെ നിന്ന് ആമ എനിക്ക് അപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തരും. മൊത്തത്തിൽ ട്രെയിനിങ് അല്ലേ ഇപ്പോ? അതുകൊണ്ട് ആമ പറയും, ഒരു കാര്യം ചെയ്യും, നാമം ജപിച്ച് ഒരു 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് വാ. എത്ര പ്രാവശ്യം? ഒരു 3 പ്രാവശ്യം. അങ്ങനെ ഞാൻ ആമയെ പോലെ ഏകാഗ്രമായ ഏകം ഒന്ന്, അഗ്രം അറ്റം, ഏകാഗ്രം ഒന്നിൽ മാത്രം മനസ്സുറപ്പിച്ച സ്ഥിതി ഏകാഗ്രം. ഈ ഏകാഗ്രമായൊരു മനസ്സൊന്നിൽ തന്നെ നിൽക്കണം. ആ മനസ്സ് നിൽക്കേണ്ടത് എന്തിലാണോ ആ നാമം ജപിച്ച് ഞാൻ അങ്ങനെ നടന്നു. പ്രദക്ഷിണ പദത്തിലൂടെ ശ്രദ്ധിച്ച് 3 പ്രാവശ്യം നാമം ജപിച്ച് ഇഷ്ടദേവതയെ മനസ്സിൽ വിചാരിച്ച് ആനന്ദത്തോടെ ഞാൻ അങ്ങനെ പോവുകയാണ്. മനസ്സിൽ കാണാൻ പറ്റുണ്ടോ? പലരും ആ നേരത്താണ് ഇത് ഇന്നലെ മേടിച്ചതാ, ഇതോ നാത്തൂന്റെ കല്യാണമൊക്കെ ഉണ്ടായിപ്പോ, ഇതോ സ്വർണ്ണാണോ? അല്ല, ഇത് റോൾഡ് ഗോൾഡാ. ഓ ശരി ശരി ശരി. മറ്റത് എന്തായി? അത് ഇന്നറിയാം, സീരിയലിലെ കഥ പറഞ്ഞ് കിടക്കുക. ഇങ്ങനെ വിശേഷം കണ്ട അവള് പോണ കണ്ട, അവളെ പിന്നെ അവളുടെ വക. ചുരുക്കി പറഞ്ഞ നമ്മൾ ഈ നാട്ടുവർത്താനവും പറഞ്ഞ് വീട്ടിലും വീടിന് പുറത്തും കൂട്ടുകാരോടും ഒക്കെ സംസാരിക്കുന്ന ഈ ഭൗതിക വസ്തുക്കളായിട്ടുള്ള ഈ സാരിയും ഷർട്ടും പാൻറ്റും സിനിമയും ക്രിക്കറ്റും ഫുട്ബോളും മാത്രമായി ഇങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ക്ഷേത്രത്തിൽ വേണോ? വേണ്ട. അപ്പോൾ ഏകാഗ്രമായൊരു മനസ്സോടുകൂടി പതുക്കെ 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 നടക്കണം. എങ്ങനെ നടക്കണം? ചിലര് പ്രദക്ഷിണം ചെയ്യണ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. PT ഉഷ ദക്ഷിണ വയ്ക്കും. എന്തൊരു ഓട്ടാ ഓടുന്നത്! ഇവര് ഓടി ഉയർത്ത് വയ്യാതായിട്ട് അതിന്റെ മുന്നിൽ വന്നിട്ട്, ഭഗവാനെ ഇവരോട് ഇപ്പൊ എന്തായി പറഞ്ഞത്? പ്രദക്ഷിണം ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റയടി വെച്ച് നടക്കുക. പൂർണ്ണ ഗർഭവതിയായ ഒരു പെൺകുട്ടി എങ്ങനെയാ നടക്കുക? ഓടേണ്ട സമയം അത് ഒറ്റയടി വെച്ച് നടക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ തലയിൽ ഒരു ഉരുളിയിൽ നിറച്ച എണ്ണ ഒഴിച്ചു കൊടുക്കും. ഉരുളിയില് നിറച്ച എണ്ണ, കുടത്തിലല്ലാട്ടോ എണ്ണ, നിറകുടം തുളുമ്പില്ല, പക്ഷെ ഉരുളിയാണ്. അതിലൊരു തുള്ളി എണ്ണ പോലും താഴെ പോകാതെ പൂർണ്ണ ഗർഭവതിയായ ഒരു പെൺകുട്ടി എങ്ങനെയാ നടക്കുക? എത്ര ശ്രദ്ധയോടെ നടക്കുക! ഈ ശ്രദ്ധയോടുകൂടി ഞാൻ പ്രദക്ഷിണ പദത്തിലൂടെ ഇഷ്ടദേവതയുടെ നാമം ജപിച്ച് അങ്ങനെ നാമം ജപിച്ച് വന്ന് നിന്ന് ഞാൻ കൂർമ്മത്തിനോട് പറയും, ഐ വിൽ. ഞാൻ ശരിയായി. എങ്ങനെ ശരിയായി? അതേ, എന്റെ ശരീരത്തിൽ ഈ 5 ഇന്ദ്രിയങ്ങളില്ലേ, ഭയങ്കര കുഴപ്പം പിടിച്ചത് ഏറ്റവും കുഴപ്പം പിടിച്ചവനാണ് കണ്ണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അപകടകാരി ആരാ? ഇത്ര അപകടം ചെയ്യുന്നത് ആരാ? കണ്ണാണ്. ഇവ എവിടേക്കാ പോവാന്ന് വെച്ചിട്ടാ, ഇവ എവിടേക്കാ നോക്കാന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന മുഖത്തേക്കാന്നൊക്കെയല്ലേ? ഒന്നുമല്ല. അവൻ ആപാദ ചൂടം കേശാദിപാദം പാദാദികേശ അങ്ങനെ ഒഴിഞ്ഞോണ്ടിരിക്കും. ഈ കണ്ണിനുണ്ടല്ലോ, വിശ്വസിക്കരുത്, അവൻ പല സ്ഥലത്തേക്കും പോകും. അവൻ പോയാലും കുഴപ്പമില്ല, മറ്റുള്ളവർ രക്ഷപ്പെടില്ലേ? ഇല്ല. കാരണം ഇവ എവിടേക്ക് പോകണോ ബാക്കി 4 എണ്ണത്തിന് പിടിച്ചോണ്ട് പോകും. അതേ കണ്ണിന്റെ കുഴപ്പം. അതുകൊണ്ട് കണ്ണാണ് മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത്. അതുകൊണ്ട് കണ്ണിന്റെ പേര് നയനം. എന്താ കണ്ണിന്റെ പേര്? എന്തുകൊണ്ടാ പേര് കിട്ടിയേ? നയിക്കുന്നവൻ. ഇവനെ നയിക്കണത്. കണ്ണ് എന്തെങ്കിലും ഒന്നിനെ കണ്ടാൽ പിന്നെ എല്ലാം അതിന്റെ പിന്നാലെ പോകും. മാത്രമല്ല, കണ്ണ് എന്തിനെ കണ്ടോ അപ്പൊ മെസ്സേജ് കൊടുക്കും. ആർക്ക്? മനസ്സിന്. എന്തെങ്കിലും കണ്ടാ പിന്നെ വ്യാപരിക്കണതൊക്കെ ആരാ? സങ്കല്പിക്കണത് ആരാ? വിചാരിക്കണത് ആരാ? പിന്നെ നമ്മൾ ഏത് ലോകത്താ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ പുസ്തകമൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കണത്, 1.5 മണിക്കൂറൊക്കെ ഒന്നിനെ ഇരിക്കും. അതെന്തേ? അതേ, കണ്ണ് എന്തിനേയും ഒന്നിനെ കണ്ടിരുന്നു ഇങ്ങോട്ട് പോരനേക്കാളും മുമ്പ്. പിന്നെ മനസ്സിലിട്ട് അതിങ്ങനെ, ഈ മനസ്സിൽ എന്താന്ന് ഇപ്പൊ ആർക്കറിയാം? അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താ?
ആദ്യം പോയിട്ട് ഇരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഈ വഴിക്കേ പോയേ, അപ്പൊ ഇപ്രാവശ്യം ഇതിലേ വരുമ്പോഴേക്ക് പോവും. അപ്പൊ അപ്രദക്ഷിണായാലും കുഴപ്പമില്ല, മോളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, കഴിയുമ്പോ തന്നെ ഓടണം. ഇങ്ങനെ പല ചിന്തയല്ലേ മനസ്സിന്. ഇവരിത് എപ്പോഴാ നിർത്തുക? അങ്ങനെ കുറെ പ്രശ്നങ്ങള് അല്ലേ. അരമണിക്കൂറും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട് സമയം. നോക്കൂ, മനസ്സെന്ന് പറയുന്നതേ ഭയങ്കര പ്രശ്നം പിടിച്ച സാധനം. മനസ്സിനെ കൂടുതൽ അറിയണമെങ്കിൽ ഉള്ളിൽ പോകണം ക്ഷേത്രത്തിന്റെ. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കുർബ പറഞ്ഞു ശരി ശരി മിടുക്കാൻ മിടുക്കി ഉള്ളിൽ പോക്കോളൂ. അങ്ങനെ ഞാൻ ആദ്യമായൊരു യുദ്ധത്തിൽ വിജയിച്ച് സർവായുധപാണിയായി ഞാൻ അങ്ങനെ ഒരു യുദ്ധം വിജയിച്ച യുദ്ധവീരനെ പോലെ ആദ്യമായി സന്തോഷത്തോടെ ഞാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോവാണ്. മനസ്സിലായോ? ശരി. അപ്പൊ ക്ഷേത്രത്തിൽ വന്നാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തു. ഒന്നാമത്തത് നേരെ വന്നു, ക്ഷേത്രത്തിൽ വന്നു, വന്ദനം. എന്ത് ചെയ്യണം? വന്ദിക്കണം. ഒന്നാമത്തേതാ. രണ്ടാമത്തത് പ്രദക്ഷിണം. ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തേതാ വന്ദനം, രണ്ട് പ്രദക്ഷിണം. ശരി. മൂന്നാമത്തത് നേരെ ഉള്ളിൽ കടന്നു. ഉള്ളിൽ കടന്ന് ഇനി ഉള്ളിലെ ക്ഷേത്രം ഒന്ന് കാണണം. 3 ലെയർ ഉണ്ട് ഉള്ളില്. എത്ര ലെയർ ഉണ്ട്? 1, 2, 3. 3 വഴിയുണ്ട്. 3 ആ 3 ലെയർ ഉണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ കടക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു പ്രദക്ഷിണ പദം. ഉള്ളിലും പ്രദക്ഷിണം ചെയ്യണം, ശരിയല്ലേ? ഉള്ളില് ഇതുവരെ എളുപ്പ, ഇനി കഷ്ടമാ. ഉള്ളില് ഇത്ര കാലം പോയതുപോലെ അല്ല ഇനി ഏറ്റവും കുഴപ്പം പിടിച്ച സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ ഉള്ള്. അവിടെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ വിജയിച്ചാലാണ് ശ്രീകോവിലിന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ അടുത്ത് എത്താൻ പറ്റില്ലെന്നോ. അപ്പോ ഉള്ളിലത്തെ ഈ പ്രദക്ഷിണ പദം ഉണ്ടല്ലോ, അതിനതിക്രമിക്കണം, അതിനെ കൊട്ടക്കണം. അപ്പോഴൊരാൾ ചോദിച്ചാൽ അവിടെ വേറെ കയറൊന്നും കെട്ടിയിട്ടില്ലോ, ചങ്ങലയൊന്നും ഇട്ടിട്ടില്ലല്ലോ ചാടിക്കടക്കാൻ. അതേ, നമ്മൾ കാണാത്തൊരു ചങ്ങലയുണ്ട് അവിടെ. നിങ്ങൾ ഗുരുവായൂർ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ശരി. ഉള്ളിലെ പ്രദക്ഷിണ പദം നടന്നിട്ടുണ്ടോ? ഉണ്ട്. അതെന്തൊരു ചോദ്യം അത്. ശരി ശരി. അതിന് ചുറ്റുമൊക്കെ കൊത്തി വെച്ചിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ടോ? സത്യം പറ, കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? പലതും പറയാൻ കൊള്ളില്ല. അങ്ങനത്തെ ഉണ്ടായി, ഞാൻ കണ്ടില്ല. നദി പോകുക നോക്കണം. എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഉള്ളിലത്തെ ഈ പ്രദക്ഷിണ പദത്തിലാണ് സ്റ്റാച്ചു, കൊത്തുപണികള്, അങ്ങനെയുള്ള ദേവതകള്, സഭ്യമായത്, അസഭ്യമായത്, നഗ്നതയുള്ളത്. വാത്സ്യായനന്റെ കാമശാസ്ത്രം പോലും തോറ്റുപോകും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ കൊത്തുപണി കണ്ട. ഇനി പോകുമ്പോ നോക്കൂ. കാരണം ഒരു ക്ഷേത്രം എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ശരീരം. ഇതം ശരീരം തു കൗന്ദേയ ക്ഷേത്രമിത്യ അഭിധീയതേ എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാ. അർജുന, നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ക്ഷേത്രത്തിലുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, ഒട്ടും മനസ്സിലാവില്ല. ഇനി പറയാമെന്ന് ഒട്ടും മനസ്സിലാവില്ല. എന്നാലും മനസ്സിലായ പോലെ ഇരിക്കണം കേട്ടാ. എന്റെ ഒരു സമാധാനത്തിനാ. ഒക്കെ മനസ്സിലായി, ഒട്ടും മനസ്സിലാവില്ല. നമ്മുടെ ശരീരത്തില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ശരീരമല്ലേ, അതിനെയാണ് അന്നമയ കോശം എന്ന് പറയാ. എന്താ പറയാ? അന്നം കഴിച്ച് ചീർത്തു വീർത്ത ഈ ശരീരം. ഉണ്ട്. ഇതേപോലെ ക്ഷേത്രത്തിനുണ്ട് ശരീരം. അതാണ് ഒന്ന്. ഈ പുറത്ത് കാണാൻ പറ്റുന്ന ഉണ്ടല്ലോ ഈ പ്രദക്ഷിണ പദമൊക്കെ, ഇതാണ് അന്നമയം. നമുക്ക് കാണാൻ പറ്റാത്തൊരു 3 ഉള്ളിലുണ്ട്. ഒന്ന് മനസ്സുണ്ടല്ലോ നമുക്കൊക്കെ, മനോമയം. ശരി. വിജ്ഞാനമയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്താ പറയാ? വിജ്ഞാനമയം. ഇതിലെ ഈ മനോമയം, മനസ്സിന്റെ എല്ലാ ലക്ഷണവുമാണ് ഉള്ളിലത്തെ പ്രദക്ഷിണ പദം. അപ്പൊ ഉള്ളിലത്തെ പ്രദക്ഷിണ പദം എന്ന് പറയുന്നത് മനസ്സിനെ അതിക്രമിക്കാന്നാണ് തത്വം. അതൊന്നും മനസ്സിലാക്കണ്ട. ഏതായാലും നമ്മുടെ ഉള്ളുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, അവിടെ കാണാം. അതെന്താ അങ്ങനെ പറഞ്ഞേ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതിൽ എത്ര പേർക്ക് പറയാൻ പറ്റും എന്റെ മനസ്സില്ലേ? നല്ല മനസ്സാണ്. എന്റെ ഉള്ളിലുണ്ടല്ലോ നല്ല ചിന്തയായി എപ്പോഴും. എന്റെ ഉള്ളുണ്ടല്ലോ നല്ലതാ, ശുദ്ധമാണ്.
ശ്ലീലം മാത്രമുള്ളൂ എൻ്റെ ഉള്ളില്. ഇത്രയും നന്മയുള്ളൊരു ഉള്ളി ലോകത്തൊരാൾക്കും കാണില്ല. അങ്ങനെ നന്മകളുടെ ഒരു പരദീസ എൻ്റെ ഉള്ള്. എത്ര പേർക്ക് പറയാൻ പറ്റും? കയ്യുയർത്തല്ലേ? ആ ശരി. ഇനി ആരെങ്കിലും പറഞ്ഞുന്നിരിക്കട്ടെ, എൻ്റെ ഉള്ളുണ്ടല്ലോ എന്താണെന്നറിയില്ല, മോശം ചിന്തകൾ എപ്പോഴും വെറുതെ ഒരു മോശം, അശ്ലീലം അങ്ങനെ വരിക. വേണ്ടാത്ത ചിന്തകളാ മനസ്സ് മുഴുവൻ. ഇങ്ങനെ മാത്രമുള്ള ആരല്ലേ? ആരുമില്ല. മനസ്സെന്ന് പറയുന്നത് ശ്ലീലം പ്ലസ് അശ്ലീലം ഇസ് ഈക്വൽ ടു മൈൻഡ്. എന്താ മനസ്സ്? ശ്ലീലവും അശ്ലീലവും ചേർന്നതാ മനസ്സ്. അല്ലാതെ എൻ്റെ മനസ്സിൽ സ്ഥിരമായി അശ്ലീലവും സ്ഥിരമായി ശ്ലീലവും വരില്ല. ചില ചില സമയങ്ങളിൽ അതങ്ങനെ മിന്നിമറിഞ്ഞ് ഇടിമിന്നൽ പോലെ വന്നു പോകും. പക്ഷെ മനസ്സെന്ന് പറയുന്നത് ഇത് രണ്ടും ചേർന്നതാ. ക്ലിയർ ആയോ? ശ്ലീലം പ്ലസ് അശ്ലീലം പോരാ. മനസ്സിന് മറ്റൊരു ലക്ഷണമുണ്ട്. മനസ്സ് എപ്പോഴും രണ്ട് കാര്യം പറയും. മനസ്സ് എപ്പോഴും എന്ത് പറയും? രണ്ട് കാര്യം. പോണോ പോണ്ടേ, ഇരിക്കണോ ഇരിക്കണ്ടേ, നോക്കണോ നോക്കണ്ടേ, ചിരിക്കണോ ചിരിക്കണ്ടേ, കാണണോ കാണണ്ടേ, കക്കണോ കക്കണ്ടേ, കോപ്പി അടിക്കണോ കോപ്പി അടിക്കണ്ടേ. ഇങ്ങനത്തെ എപ്പോ നോക്കിയാലും ഈ മനസ്സ് രണ്ട് പറയും. മനസ്സിന്റെ ലക്ഷണമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അല്ലയോ ഭഗവാനെ, ചഞ്ചലം ഹി മനകൃഷ്ണ, എന്റെ മനസ്സാകെ ചാഞ്ചല്യപ്പെട്ടിരിക്കുന്നു കൃഷ്ണ. ഐ ആം ഫുള്ളി കൺഫ്യൂസ്ഡ് കൃഷ്ണ. ഞാൻ ആകെ പ്രശ്നത്തിലാ കൃഷ്ണ. ഒരു വഴി പറഞ്ഞതാ. ഈ മനസ്സുണ്ടല്ലോ എന്നെ ഇട്ട് പ്രമഥനം ചെയ്യ. ഈ കടകോല് കൊണ്ട് തൈര് നമ്മൾ കടയണില്ലേ, ഈ കടച്ചില ഭഗവാനെ. ഒരു സ്വസ്ഥതയില്ല മനസ്സിന്. മനസ്സെന്ന് പറഞ്ഞ ഒരു സങ്കല്പം പറഞ്ഞ അപ്പ വികല്പം പറയും. ഇനി ഞാൻ അവനോട് മിണ്ടില്ല, പക്ഷെ അവനെ കാണുമ്പോ മിണ്ടണോ മിണ്ടണ്ടേ, മിണ്ടണോ മിണ്ടണ്ടേ. ഇനി ഞാൻ അവനെ നോക്കില്ല, നോക്കണോ നോക്കണ്ടേ, നോക്കണോ നോക്കണ്ടേ. ഇനി നോക്കിക്കോ ഞാൻ മൊബൈൽ തൊടില്ല. കുറച്ച് കഴിയുമ്പോ കൈ അങ്ങോട്ട് പോണ കാണാം. ഇനി ഞാൻ നോക്കില്ല, വീണ്ടും അങ്ങോട്ട് പോകണം. കാരണം മനസ്സെന്ന് പറഞ്ഞത് രണ്ടും ചേർന്നതാണ്. ഒരിക്കലും വിഷമിക്കരുത്, ഒരിക്കലും നിരാശ വേണ്ട. മനസ്സിന്റെ ലക്ഷണമാണ് സങ്കല്പം, വികല്പം. ഇതൊക്കെ ആ ഉള്ളിലത്തെ പ്രദക്ഷിണ പദത്തിൽ കാണും. അതുകൊണ്ടാണ് ക്ഷേത്രം, നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. ആ ശരീരത്തിൻ്റെ അതാണ് ഈ ഉള്ളിലത്തെ പ്രദക്ഷിണ പദം. ആ പ്രദക്ഷിണ പദത്തിലുള്ള ഈ ചിത്രപ്പണികളും കൊത്തുപണികളും നഗ്നതയും സഭ്യവും അസഭ്യവും ഒക്കെ കണ്ട് അതിൽ ലയിച്ച് അതിൽ വിചാരിച്ച് അതിലങ്ങനെ ചേർന്നിരുന്നാൽ ഗോട്ട് യുവർ ടെന്റ്, ഗോട്ട് യുവർ ഹൗസ്, തിരിച്ചു വീട്ടിൽ പോകുള്ളൂ. അപ്പൊ ദീപാരാധന, ഒരു ദീപാരാധന ഇല്ല, അപ്പൊ തന്നെ പോകും. അതിനെ കൂർമ്മം നേരത്തെ ഒരു ട്രെയിനിങ് ഒക്കെ തന്നു വിട്ടത് കേട്ടോ. ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് ഉള്ളിൽ വലിച്ച് ഏകാഗ്രമായ മനസ്സിനെ സമ്പാദിച്ച് നിന്നെ മാടി വിളിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന പലതും ചുറ്റുപാടും ഉണ്ട്. അതിലൊന്നും വീണുപോകാതെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ അന്തഃകരണ ശുദ്ധിയോടെ വേണോ ഉള്ളിൽ പോവാന്ന് നേരത്തെ പഠിപ്പിച്ച് വിട്ടത് ഇതിന്. അതുകൊണ്ട് ഞാൻ ഉള്ളിലെ പ്രദക്ഷിണപഥവും അതിക്രമിച്ച് രണ്ടാമത്തെ ലെയറാണ് നമസ്കാര മണ്ഡപം ഉണ്ടവിടെ. ആ നമസ്കാര മണ്ഡപത്തിന്റെ വശത്തുകൂടെ സോപാനം എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ ചവിട്ടുപടിയുണ്ട്. സോപാനത്തെ ആശ്രയിക്കും. നമസ്കാര മണ്ഡപം പ്രാണനാണെങ്കിൽ സോപാനം വിജ്ഞാനമയ കോശമാണ്, ജ്ഞാനമാണ്, അറിവാണ്. അങ്ങനെ ഞാൻ അറിവ് നേടാനായി വന്നു നിൽക്കുകയാണ്. ഇത്രയും ക്ലിയറായോ? ഒന്നാമത്തത് വന്ദനം, 2 പ്രദക്ഷിണം, 3 നമസ്കാരം. ഇത്രയൊക്കെ ചെയ്ത് ഞാൻ അവിടെ പോയി ഭഗവാനെ നമസ്കരിച്ചു. 4 ഞാനൊരു ദീപാരാധനയൊക്കെ തൊഴുതു. ദീപാരാധനയൊക്കെ എങ്ങനെ തൊഴണമെന്ന് അവനവന്റെ രീതിക്ക് സ്വീകരിച്ചിട്ട് ദീപാരാധന തൊഴുതാൽ നമുക്ക് ശരീരം 3. എത്ര ശരീരമുണ്ട് നമുക്ക്? എന്തൊരു 3 അതെ. 1 കാണാൻ പറ്റണ ചീർത്തു വീർത്ത് ഈ സാധനം സ്ഥൂല ശരീരം. 2 കാണാൻ പറ്റാത്ത കുറെ ഉണ്ട് ഉള്ളില്. നമ്മുടെ പഞ്ചപ്രാണൻ, പഞ്ചോപ്രാണൻ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം തുടങ്ങി കുറെ ഉണ്ട്. മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം.
ഉള്ളിലുണ്ട് ഈ സൂക്ഷ്മ ശരീരം. അപ്പൊ ഒന്നാമത്തെ ഏതാ? സ്ഥൂല ശരീരം. രണ്ടാമത്തെ ഏതാ? സൂക്ഷ്മ ശരീരം. മൂന്നാമത്തെ ഒരെണ്ണുണ്ട് കാരണ ശരീരം. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. കാരണ ശരീരം എന്ന് പറഞ്ഞാലേ നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുന്ന ഒരാളുണ്ട്. സ്വപ്നം കാണാറില്ലേ? ഈ സ്വപ്നം കാണിക്കണതൊക്കെ ഈ കാരണ ശരീരമാണ്. കണ്ണ് കാണാത്ത ഒരാൾ സ്വപ്നം കാണില്ല, കേൾക്കുകയുള്ളൂ. ചെവി കേൾക്കാത്ത ഒരാൾ സ്വപ്നം കാണും, സ്വപ്നത്തിൽ ഒന്നും കേൾക്കില്ല. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചത് മാത്രമേ സ്വപ്നമായി തീരുള്ളൂ. നേരത്തെ അനുഭവവേദ്യമായത് മാത്രമേ സ്വപ്നമായി കാണുള്ളൂ. അല്ലാതെ നമ്മൾ ചിന്തിക്കാത്തതോ വായിക്കാത്തതോ കാണാത്തതോ ആയ ഒന്നും നമ്മൾ സ്വപ്നമായി കാണില്ല. കണ്ട സ്വപ്നങ്ങളൊന്നും ആലോചിച്ചാൽ നമുക്കറിയാം അതിന് തത്തുല്യമായ ഒരു അനുഭവം ഈ ഇന്ദ്രിയങ്ങളിലൂടെ എനിക്ക് അതിന് മുൻപുണ്ടായിട്ടുണ്ട്. അല്ലാതൊന്നും സ്വപ്നമായി ഭവിക്കില്ല. ഇതാണ് കാരണ ശരീരം. ഇതുപോലെ ക്ഷേത്രത്തിനൊരു 3 ശരീരമുണ്ട്. ഈ പുറത്ത് കാണുന്നത് സ്ഥൂലം, ഉള്ളിൽ ശ്രീകോവിൽ വരെയുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, നാലമ്പലം, അതുവരെയുള്ളത് സൂക്ഷ്മം. ശ്രീകോവിൽ കാരണ ശരീരം. ശ്രീകോവിലാണ് ഭഗവാൻ. ആ ഭഗവാനെ പ്രസാദിപ്പിച്ച് നമുക്ക് വേണ്ടതെല്ലാം തരുന്ന പൂജകൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി പറയുന്നൊന്ന് ശ്രദ്ധിക്കണേ. ഈ പൂജകൻ നമുക്ക് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യും. നമ്മൾക്ക് നമ്മുടെ പേര് നാളൊക്കെ പറഞ്ഞ് മന്ത്രധ്വനികളോടെ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ഭഗവാന്റെ പ്രസാദവുമായിട്ട്. ഇനി ശ്രദ്ധിക്കണം, ശ്രീകോവിൽ എന്ന് പറയുന്നത് ആനന്ദമയ കോശമാണ്. ആനന്ദം നമുക്കൊക്കെ എന്താ ശരിക്കും വേണ്ടത്? സന്തോഷമല്ലേ? ആത്യന്തികമായി നമുക്ക് എന്താ വേണ്ടത്? സന്തോഷം വേണം. അല്ലല്ല, എനിക്ക് ഇത് കഴിഞ്ഞാലുള്ള സദ്യയാണ്. എന്തിനാ സദ്യ കഴിക്കണത്? ഒരു സന്തോഷം. എല്ലാത്തിന്റെ പിന്നിലും ഉദ്ദേശം സന്തോഷമാണ്. സന്തോഷമല്ല, ഈ സന്തോഷം സ്ഥിരമായിട്ട് കിട്ടണം. സന്തോഷം സ്ഥിരമായാൽ അതിന്റെ പേരാണ് ആനന്ദം. എന്തതിന്റെ പേര്? ബാക്കി സന്തോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ തീരും. വസ്തുക്കളിൽ നിന്ന്, ഉപകരണങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് കിട്ടുന്നതൊക്കെ സന്തോഷമാണ്. കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം. ഈ സന്തോഷത്തിന് മുന്നും പിന്നും ദുഃഖല്ലേ? അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? പറയാൻ പാടില്ല, എന്നാലും പറയട്ടെ. ചിക്കൻ സന്തോഷമായില്ലേ? ഇപ്പൊ ഇത് കഴിക്കുന്നതിന് മുൻപോ സന്തോഷം, കഴിക്കുമ്പോഴോ സന്തോഷം, കഴിച്ചു കഴിഞ്ഞാലോ വേണ്ടായിരുന്നു. അതെ, എല്ലാവരും തന്നെ. ആഗ്രഹിക്കുമ്പോ സന്തോഷം, കിട്ടുമ്പോ സന്തോഷം, കഴിഞ്ഞാൽ ദുഃഖം. എന്തൊടുത്തു നോക്കിപ്പോ. വസ്തുക്കളിൽ നിന്ന്, ഉപകരണങ്ങളിൽ നിന്ന്, ബാഹ്യമായ എന്തിൽ നിന്നും നമ്മൾ സുഖം കാണുന്നു എന്ന് പറയുന്നതിൽ ഒന്നിനും സുഖമില്ല. സുഖമുണ്ട് എപ്പോ? ആ സമയത്ത്. അതിന്റെ ദുഃഖം, പരിപൂർണ ദുഃഖം. എന്നാൽ ഈ സുഖം സ്ഥിരമായാലോ അതാണ് ആനന്ദം. മനസ്സിലായോ? ഈ ആനന്ദമയ ശരീരമാണ് ശ്രീകോവിൽ. അവിടെ നിന്ന് പൂജകൻ പതുക്കെ ഇറങ്ങി വന്ന് നമുക്ക് ഇനി പ്രസാദം തരും. അതാണ് ക്ഷേത്രത്തിൽ 4ാമത്തെ പ്രസാദ സ്വീകരണം. വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം, പ്രസാദ സ്വീകരണം. ഈ പ്രസാദം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരു, നമ്മുടെ മനോഭാവമാണ്, ഒരു ഗുരു ആനന്ദമയ ശരീരത്തിൽ നിന്ന്, ഈശ്വരപാദത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ശിഷ്യനായ എനിക്ക് തരുന്ന ദീക്ഷാ ചടങ്ങാണ് പ്രസാദ സ്വീകരണം. അപ്പൊ എന്താ നമ്മുടെ മനോഭാവം? മനോഭാവമാണ് അതിന്റെ പിന്നിലുള്ള ഗുണം. നല്ല മനസ്സോടെ ഒരു ദീക്ഷ സ്വീകരിക്കുന്ന ശിഷ്യന്റെ ഭാവത്തിൽ വേണം നമ്മൾ പ്രസാദം സ്വീകരിക്കാൻ. മനസ്സിലായോ? കാരണം ഈ ഗുരു ആനന്ദമയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിജ്ഞാനമയ കോശത്തിൽ നിന്നാണ് പ്രസാദം തരുന്നത്. നമ്മൾ എവിടെ നിൽക്കണത്? വിജ്ഞാനം, അറിവ്, നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്ന ഇടമാണ് ഈ വിജ്ഞാനമയ കോശം. അവിടെ നിന്ന് സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? കൊടുക്കാൻ ഇഷ്ടമാണോ?
കൊടുക്കണം. കറൻസിയാണ് വേണ്ടതെങ്കിൽ കറൻസി, പൂജാദ്രവ്യമാണെങ്കിൽ പൂജാദ്രവ്യം, എന്തായാലും കൊടുക്കണം. കൊടുക്കണ സ്വഭാവം ഉണ്ടോ? തൊട്ടണം, അല്ല കൊടുക്കും വേണം. ആദാന പ്രധാനമാണ് പ്രകൃതി ജീവിതം. കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യണം. ശരി, അങ്ങനെ കൊടുത്തു. 4 കാര്യമായി. 5ാമത്തെ അവസാനത്തതും സ്തോത്ര പഠനം. എന്താ പറയാ? 1ാമത്തെ ഏതാ? വന്ദനം. 2ാമത്തെ പ്രദക്ഷിണം. 3ാമത്തെ നമസ്കാരം. 4ാമത്തെ പ്രസാദ സ്വീകരണം. 5ാമത്തെ സ്തോത്ര പഠനം. എല്ലാ ക്ഷേത്രത്തിലും അതൊക്കെ കഴിഞ്ഞാൽ ഈ വശങ്ങളിലൊക്കെ ഇരിക്കാൻ ഒരു തറ കണ്ടിട്ടില്ലേ? അതെന്തിനാ? നമുക്ക് ഇരിക്കാനുള്ളതാ. ആർക്ക്? നമുക്ക്. ഭക്തന് വന്ന് അവിടെ യോഗ്യമായൊരിടം പൂജകൻ പറയും, അവിടെ ഇരുന്നോളൂ. എന്തിനാത്? നാമം ജപിക്കാൻ. ഒരു ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ 5ാമത്തെ ഘടകം കൂടിയുണ്ട്. ആ ഘടകം നമ്മൾ ചെയ്യണം. ആ ഘടകമാണ് സ്തോത്ര പഠനം. ഇഷ്ടദേവതയുടെ നാമം ജപിക്കണം. ഒന്നും ചെയ്തില്ലെങ്കിലും കയറിയിരിക്കുക, സ്വസ്ഥമായി. നട്ടലുണ്ടല്ലോ എല്ലാവർക്കും. നട്ടലൊക്കെ നിവർത്തി ഇരുന്ന് ആ ദേവതയുടെ നാമം. വിഷ്ണു സഹസ്രനാമം ഉണ്ട് കയ്യില്. ശരിക്കും ക്ഷേത്രത്തിന്റെ ആ ഇരിക്കുന്ന സ്ഥലത്ത് സഹസ്രനാമങ്ങള്, നാമാവലികള്, അതിന്റെ ഒക്കെ പുസ്തകം കാണും. അവിടെ ഉച്ചത്തിൽ ജപിക്കാൻ നിയമമില്ല. അവനവന്റെ ദേവതയെ ഉള്ളിൽ മനസ്സിൽ കാണുക. അല്ലെങ്കിൽ ആ സഹസ്രനാമം ഓം വിശ്വം വിഷ്ണൂർവഷക്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് പറഞ്ഞ ഭൂതകാലത്തിന്റെയും ഭാവി കാലത്തിന്റെയും വർത്തമാന കാലത്തിന്റെയും ഒക്കെ പ്രഭുവായ സാക്ഷാൽ ചതുർബാഹുവായ ലക്ഷ്മീവല്ലഭനായ ആ ശ്രീഹരിയെ മനസ്സിലങ്ങ് 1000 നാമങ്ങൾ കൊണ്ട് പ്രകീർത്തിക്കുക. സഹസ്രനാമം ചൊല്ലുക. അതിനുള്ള സമയമില്ല സുഹൃത്തെ. നമശിവായ ഒരു 108 ഉരു മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളൂ. അത് ചൊല്ലുക. 2 മിനിറ്റ് 3 മിനിറ്റ് ഇരിക്കുക. സ്വസ്ഥമായിരുന്നു. എഴുന്നേറ്റു പോവുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും ചെയ്താൽ ക്ഷേത്ര ദർശനമായി. ഇത് ചുരുക്കി പറഞ്ഞതാണ്. ഒരു 20% പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇത്രയും മതി. നിങ്ങൾ ഇനി പറ. ഇതുപോലെ ശ്രദ്ധയോടെ വീട്ടിൽ നിന്ന് ആരംഭിച്ച് വന്ന് 5 കാര്യങ്ങൾ ചെയ്യണം. എന്തായിരുന്നു 5 1ാമത്തെ വന്ദനം. 2ാമത്തെ പ്രദക്ഷിണം. 3ാമത്തെ നമസ്കാരം. 4ാമത്തെ പ്രസാദ സ്വീകരണം. 5ാമത്തെ സ്തോത്ര പഠനം. ക്ലിയർ ആയോ? 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് അവിടെ ഇരിക്കാതെ അല്ലെങ്കിൽ ഒരു വശത്ത് സ്വസ്ഥമായി നിൽക്കാം. കുഴപ്പമൊന്നുമില്ല. നാമം ജപിക്കാതെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകരുത്. ക്ലിയർ ആണോ? ശരിയല്ലേ? ഇനി പറ, ഇങ്ങനെ ശരിയായ ഒരു ക്ഷേത്രത്തെ നമ്മൾ ഉപാസിച്ചാൽ നമ്മൾ നന്നാവില്ലേ? എന്താ നമ്മുടെ അഭിപ്രായം? നന്നാവോന്നാ? എന്ന് നന്നായി ചോദിച്ചാൽ മതി. നമ്മുടെ കുട്ടിയോട് നന്നാവില്ലേ? നന്നാവും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കൂടുന്ന സമൂഹം നന്നാവില്ലേ? നന്നാവും. ഇനി നോക്കൂ, എന്താ ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി. ഇപ്പൊ എന്താ നമ്മുടെ ക്ഷയം? ഇപ്പൊ നേരത്തെ പറഞ്ഞതല്ല ക്ഷയം. അതൊന്നുമല്ല ക്ഷയം. നമ്മുടെ ക്ഷയം ഏതൊരു അറിവ് നേടാനാണോ, ഏതൊന്നിനാണോ ഈ മനുഷ്യ ശരീരം എനിക്ക് കിട്ടിയത്, ആ ശരീരത്തിനോട് ഒരിക്കലും നമ്മൾ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കഥ പറഞ്ഞിട്ട് നിർത്തി. കേട്ടാ, ഒറ്റ കഥയേ ഉള്ളൂ. കേട്ടോ, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മൾ ചെയ്യില്ല. ഇപ്പൊ ശ്രീകൃഷ്ണൻ ഒരു പ്രത്യേകത എന്താ? കൃഷ്ണൻ എന്നും നാമം ജപിക്കും. എന്താ കൃഷ്ണന്റെ പ്രത്യേകത? എന്നും നാമം ചൊല്ലുന്നു. ആര്? കൃഷ്ണൻ. എന്നും അഗ്നിക്രിയ ചെയ്യും കൃഷ്ണൻ. മുട്ടക്കില്ല. മൃഗസ്ഥലത്ത് ദൂതിന് വേണ്ടി കൗരവാദികൾ, അതായത് ധാർത്തരാഷ്ട്രന്റെ ദുർബുദ്ധികളായ മക്കളുടെ അടുത്തേക്ക് പോകുമ്പോ മൃഗസ്ഥലത്ത് അന്ന് താമസിച്ചു. രാവിലെ കൃഷ്ണൻ നാമം ജപിച്ചതിന് ശേഷമാണ് പോയത്. കൃഷ്ണൻ ഒരിക്കലും മുടക്കിയിട്ടില്ല നാമജപം. ശ്രീകൃഷ്ണൻ എന്തിനാ നാമം ജപിച്ചേ? നാമം ജപിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷേ ഈ ഭൂമിയിൽ ശരീരത്തോടു കൂടി ജീവിക്കുമ്പോൾ
എന്നേക്കാൾ വലിയൊരു ശക്തിയുണ്ടെന്നും ആ ദേവശക്തിയെ പ്രതിദിനം ഞാൻ മുടങ്ങാതെ ജപിക്കണമെന്നുള്ള നിയമം നമ്മളെ പഠിപ്പിച്ചതാരാ? കൃഷ്ണൻ. രാമൻ ഒരൊറ്റ ദിവസം ശ്രീരാമചന്ദ്രൻ നാമജപം മുടക്കിയിട്ടില്ല. രാമന് നാമം ചൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ? ഏതൊരു വ്യക്തിത്വമാണോ ഈ ലോകത്തിലെ സർവരെയും രമിപ്പിക്കുന്നത്, കൂട്ടിച്ചേർക്കുന്നത്, സർവരെയും ഒന്നാക്കി നിലനിർത്തുന്നതാണ് രാമൻ. ആ രാമനാണ് നമ്മുടെ ആദർശം. ആ ശ്രീരാമചന്ദ്രൻ 13ാമത്തെ വയസ്സിൽ വിശ്വാമിത്രൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട്: കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്വകം. ഹേ രാമ, നമുക്ക് ദേവകാര്യങ്ങൾ ചെയ്യാം രാമ. ബ്രാഹ്മമുഹൂർത്തമായി. ഉത്തിഷ്ഠ നരശാർദൂല, ഹേ നരവ്യാഘ്രമേ നരശാർദൂല, ഹേ ശ്രീരാമചന്ദ്ര, ഹേ തമ്പുരാന്റെ മകനെ എഴുന്നേൽക്ക്. എന്തിനാ എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങൾ? രാവിലെ എഴുന്നേൽക്കുന്നത് കുളിയും തേവാരവും ചെയ്യാനാണ്. എന്തിനാ രാവിലെ എഴുന്നേൽക്കുന്നത്? എന്തിനാ? കുളിയും തേവാരവും ചെയ്യാനാണ്. കുളി എന്താണെന്നറിയാം. തേവാരം എന്താ? തേവാരം തേവരുടെ കാര്യമാണ് തേവാരം. തേവരാരാ? സാക്ഷാൽ ഭഗവാൻ ദേവൻ. ആ ദേവകാര്യം ചെയ്യലാണ് തേവാരം. എന്താ തേവാരം? നാമം ജപിക്കുക, സ്തോത്രം ചൊല്ലുക, ഭജന പാടുക, സഹസ്രനാമം ചൊല്ലുക, ധ്യാനം, ജപം, പൂജ ഇതെല്ലാം ചെയ്യുക, ഇഷ്ടപ്പെട്ട ദേവതയെ ക്ഷേത്ര ദർശനം ചെയ്യുക. ഇത്രയും ചെയ്താൽ തേവാരമായി. അതുകൊണ്ട് കുളിയും തേവാരവും എന്നും ചെയ്യൂ രാമ എന്ന് പറഞ്ഞ രാമന് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് വിശ്വാമിത്രൻ. ഏത് പ്രായത്തിലാ? ടീനേജ് പ്രായത്തിൽ. ടീനേജ് ആരംഭിക്കുന്ന 13 തുടങ്ങുന്ന 13ാം വയസ്സിലാണ് ശ്രീരാമചന്ദ്രന് ട്രെയിനിങ്. രാമൻ ഇത് ചെയ്തോ? 10 ദിവസവും രാമനോട് വിശ്വാമിത്രൻ പറയുന്നത് ഇതേ കാര്യമാണ്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തന ഉത്തിഷ്ഠ നരശാർദൂലം കർത്തവ്യം ദൈവമാന്വകം. 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3, 4, 5, 6, 7, 9, 10 ദിവസവും രാമനെ വിളിച്ചുണർത്തിയത് ഇങ്ങനെയാണ്. രാമൻ പിന്നീട് തന്റെ ജീവിതത്തിൽ മരണം വരെ ദേവകാര്യം മുടക്കിയിട്ടില്ല. രാമൻ മരിക്കാൻ പോകുന്നു 55ാമത്തെ വയസ്സിൽ. മരണത്തിന്റെ ദേവതയെ പുൽകാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിലേക്ക് പോകുന്ന അന്ന് രാവിലെ എഴുന്നേറ്റ് രാമൻ സന്ധ്യാവന്ദനാദി ക്രിയകളെല്ലാം ചെയ്ത ദേവകാര്യം മുടക്കാതെ ശുഭ്രവസ്ത്രം ധരിച്ച് ആനന്ദത്തോടെ സന്തോഷത്തോടെ സർവരോടും യാത്ര പറഞ്ഞ് സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്യുന്ന രാമന്റെ ജീവിതത്തിൽ രാമൻ ഒരിക്കലും ദേവകാര്യം മുടക്കിയിട്ടില്ല. രാമൻ ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? രാമൻ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? രാമനും കൃഷ്ണനും ഒക്കെ ഒരു സത്യം അറിയാം. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ബലം മാത്രമേ നമ്മളെ സംരക്ഷിക്കൂ. അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥഗ്വിതം വിവിധാശ്ച. നമുക്ക് വിവിധങ്ങളായ എന്തൊക്കെ ഘടകം ഉണ്ടെങ്കിലും, പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ നോട്ട് പുസ്തകവും ടെക്സ്റ്റ് ബുക്കും ഉണ്ട്. ടീച്ചർ പഠിപ്പിച്ചു, കുഞ്ഞ് ജീവനോടെ ഉണ്ട്, ആ കുഞ്ഞിന് വേണ്ടതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായാൽ ആ കുഞ്ഞ് പരീക്ഷയിൽ വിജയിക്കോ? വിജയിക്കില്ല. വിജയിക്കണമെങ്കിൽ ദൈവം ചൈവാത്ര പഞ്ചമം. ഒന്ന് പറഞ്ഞേ, ദൈവം ചൈവാത്ര പഞ്ചമം. 5ാമത്തെ ഘടകമായ ദേവൻ, ദൈവം കൂടെ വേണം. ദേവന്റെ അനുഗ്രഹമില്ലാതെ, ദൈവാനുഗ്രഹമില്ലാതെ ചോദ്യം വായിക്കുന്ന സമയത്ത് ഉത്തരം മനസ്സിൽ വരണമെങ്കിൽ നിർബന്ധമായും ദേവകാര്യം ചെയ്യണം. കുഞ്ഞുങ്ങളെ നാമം ജപിപ്പിക്കണം. എന്ന് വരെ, എന്നാണോ മരിക്കാൻ പോകുന്നത് അന്ന് വരെ ആരും മുടക്കരുത്. അച്ഛൻ മുടക്കരുത്, അമ്മ മുടക്കരുത്, കുട്ടികൾ എല്ലാ ദിവസവും ദേവകാര്യം ചെയ്യണം. ഞാൻ എല്ലാ ഘടകം ഉണ്ടായിട്ട് എൻ്റെ ബിസിനസ് നഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ട മെറ്റീരിയൽ ഉണ്ട്, പണമുണ്ട്, എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുമുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്, എന്നിട്ടും എൻ്റെ ബിസിനസ് പരാജയപ്പെട്ടത്. ദൈവം ചൈവാത്ര പഞ്ചമം. 5ാമത്തെ ഘടകമായ ദേവനെ, ദേവതയെ എല്ലാ ദിവസവും 1 മിനിറ്റെങ്കിലും 1 മിനിറ്റ് കുളി കഴിഞ്ഞാൽ സ്വസ്ഥമായൊരിടത്തിരിക്കണം. സ്വസ്ഥമായൊരിടത്ത് കുളിച്ചു കഴിഞ്ഞാൽ ഇരിക്കണം. 1 മിനിറ്റ്, 2 മിനിറ്റ്
ഇരുന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ചു നിൽക്കുന്ന ദേവതാഭാവത്തെ, ഇഷ്ടദേവതയെ ഭജിക്കണം, മുടക്കരുത്. വേറെ എന്തു മുടക്കിയാലും ദേവകാര്യം മുടക്കരുത്. ഈ ദേവകാര്യമാണ് സർവ്വതിന്റെയും പിന്നിലുള്ള പിൻബലം. ബാക്കി എന്തൊക്കെയുണ്ട്, ബാങ്ക് ബാലൻസ് കോടി ഉണ്ടാകട്ടെ, പക്ഷേ ആ ചൈതന്യം എന്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ല. അനുഭവിക്കാൻ ഭാഗ്യം വേണമെങ്കിൽ നിർബന്ധപൂർവം ദേവകാര്യം മുടക്കരുത്. രാമൻ മുടക്കിയിട്ടില്ല, കൃഷ്ണനും മുടക്കിയിട്ടില്ല. ക്ലിയർ ആണോ? എന്നും നാമം ജപിക്കണം, എന്നും നാമം ജപിക്കണം, മുടക്കരുത്. എന്നും വ്യായാമം ചെയ്യണം. എന്താ രണ്ട് കാര്യം പറഞ്ഞ്? എന്നും വ്യായാമം ചെയ്യണം, എന്നും നാമം ജപിക്കണം. പോരാ, എന്നും എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കണം. എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഒരു പുസ്തകം. ഇന്നതെന്നൊന്നുമില്ല, ആധ്യാത്മികം ഭൗതികം ഒന്നുമില്ല, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം.